ആരോഗ്യരംഗം ഇന്ത്യയിൽ എവിടെയും അത്യാഹിത വിഭാഗത്തിലാണ്. 2017 ഒന്നാം മോദി ഗവൺമെൻറ് ഒരു ആരോഗ്യ നയം, ദേശീയ ആരോഗ്യ നാഷണൽ ഹെൽത്ത് പോളിസി 2017 കൊണ്ടുവന്നു. ആ നയത്തിൽ പറഞ്ഞിട്ടുണ്ട് 2022 ആകുമ്പോഴേക്കും GDPയുടെ 2% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ഓരോ ബജറ്റിലും. അപ്പോൾ ഇത്തവണത്തെ ബജറ്റ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആ ബജറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 0.27% ഓഫ് GDP ആണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് എന്നാണ്. അതായത് ആരോഗ്യത്തിന് വേണ്ടി, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി GDPയുടെ 2% എന്ന് നയം കൊണ്ടുവന്ന ഗവൺമെൻറ് തന്നെ GDPയുടെ 0.27% ആണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ആർവിക്കർ മെഡിക്കൽ കോളേജിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും കൂടി എങ്കിലും ആകട്ടെ ഒരു റിട്ടയറിംഗ് റൂം, അതായത് ഒരു വിശ്രമ മുറി ഇല്ലാതെ പോകുന്നത്. ജോലി ചെയ്ത് രാത്രിയിൽ ക്ഷീണിച്ചെത്തുമ്പോൾ ഒന്ന് തല ചായ്ക്കാൻ അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും ഉള്ള സൗകര്യത്തിന് ഒരു മുറി പോലും ഇല്ല ഒരു മെഡിക്കൽ കോളേജിൽ. അതെല്ലാ മെഡിക്കൽ കോളേജുകളുടെയും ഒക്കെ കാര്യമാണ്. അതൊക്കെ പോട്ടെ, റിട്ടയർമെൻറ്റ് റൂം ഇല്ലെന്നുള്ളത് പോകട്ടെ, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് പോലും ഇന്ത്യയിലില്ല. അതാണ്. അപ്പോൾ ഇപ്പം ഈ പറയപ്പെട്ട 70 കഴിഞ്ഞവർക്കുള്ള 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് തുകയൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്, ആദ്യം പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് കൊടുക്കുക. ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും പ്രൈമറി ഹെൽത്ത് കെയർ കുറച്ചൊക്കെ ഉണ്ട്. മറിച്ച് നോർത്ത് ഇന്ത്യയിൽ അതുപോലും ഇല്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാനാണ്. അപ്പം അങ്ങനെ ആരോഗ്യ മേഖല തഴയപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആർക്ക്, പാവപ്പെട്ടവനാകട്ടെ, ദരിദ്രനാകട്ടെ, പണക്കാരനാകട്ടെ, ഏറ്റവും കൂടുതൽ പണം പോക്കറ്റിൽ നിന്ന് ചിലവാക്കേണ്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കുകൾ അനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയിൽ കേരളത്തിലേക്ക് വരിക, അതായത് അതേ 2017 ആരോഗ്യ നയത്തിൽ തന്നെ കേന്ദ്രം പറയുന്ന ഒന്ന്, കേന്ദ്രം GDPയുടെ 2% മാറ്റിവെക്കണം, സംസ്ഥാനം GDPയുടെ 8% മാറ്റിവെക്കണം. കാരണം ഇത് സംസ്ഥാന സബ്ജക്റ്റാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നാ പറഞ്ഞിരിക്കും. എന്നിട്ട് സംസ്ഥാനം എന്ത് മാറ്റി വെച്ചിരിക്കുന്നു, സംസ്ഥാനം എന്തു മാറ്റി വെച്ചിരിക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങളൊക്കെ നമ്മുടെ ബജറ്റ് ഡോക്യുമെൻ്റ് എടുത്ത് അതിനകത്ത് മെഡിക്കൽ വിങ്ങിന് വേണ്ടിയിട്ട് എന്ത് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും. ഇങ്ങനെ ഒരു ദേശീയ ആരോഗ്യ നയം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നതുപോലും മനസ്സിലാക്കാതെയാണ് നമ്മുടെ ആരോഗ്യ വിഭാഗം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തെപ്പറ്റി നമ്മൾ ഇടതടവില്ലാതെ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതായത് ചർച്ച ചെയ്തിട്ട് പ്രയോജനമൊന്നും ഇല്ലെന്ന് നമുക്കറിയാം. പക്ഷേ സർക്കാരിൻ്റെ കണ്ണ് തുറക്കുന്നെങ്കിൽ തുറക്കട്ടെ. ഇവിടുത്തെ പാവപ്പെട്ട, അതായത് അതിദരിദ്രർ കേരളത്തിലില്ല, 0.01% അതിദരിദ്രരുള്ളൂ എന്നൊക്കെയാണ് വീം പഠിക്കുന്നത് നമ്മുടെ ഭരണകർത്താക്കൾ. അതായത് മരുന്ന് വാങ്ങാൻ വഴിയില്ല. എന്തൊക്കെ മരുന്ന്? ഇൻസുലിനുള്ള മരുന്ന് പേന പോലെയുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് ഉപയോഗിച്ച് കുത്തിവയ്ക്കുന്നത്. ആ ഇൻസുലിൻ കാറ്റ്രിഡ്ജ് കിട്ടാനില്ല. അപ്പോൾ ഞാനൊക്കെ അതേ കാറ്റ്രിഡ്ജ് ഉപയോഗിച്ച് ഇൻസുലിൻ എടുക്കുന്ന കൂട്ടത്തിലാണ്. ആ കാറ്റ്രിഡ്ജ് കിട്ടാനില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അതിന് പകരം ഗുളികയിലേക്ക് മാറണം. അതുമല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള പരിപാടിയിലേക്ക് മാറണം. അതൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർക്ക് ഇൻസുലിൻ എടുക്കാനുള്ള ഈ പേന പോലെ, അതായത് വളരെ ഈസിയാണ് അതുകൊണ്ട് ഇൻസുലിൻ എടുക്കാനായിട്ട്. അപ്പോൾ അത്തരം ആർക്കും, അതായത് നഴ്സിംഗ് പഠിക്കേണ്ട, നഴ്സിംഗ് അസിസ്റ്റൻസി ഒന്നും പഠിക്കേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഈ പറയപ്പെട്ട പേന പോലെ ഇരിക്കുന്ന ഈ കാറ്റ്രിഡ്ജോട് കൂടി ഉപയോഗിക്കുന്ന ഇൻസുലിൻ സൂചി. അപ്പം അത് ഇപ്പം പല ജില്ലകളിലും കേരളത്തിൽ കിട്ടാനില്ല. അതുപോലെ തന്നെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് 2023 മുതൽ ഫ്രീ ആയിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസിനായിട്ട് 550 രോഗികൾക്കാണ് പെരിറ്റോണിയൽ ഡയാലിസിസിനുള്ള മരുന്ന് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ പേരെ തട്ടി മാറ്റാൻ പോവുകയാണിപ്പോൾ. അങ്ങനെയാണെങ്കിൽ പോലും, അതായത് പെരിറ്റോണിയൽ ഡയാലിസിസിന് ഒരു തവണ ഡയാലിസിസ് ചെയ്യുമ്പോഴേക്കും 1000 രൂപയുടെ ചിലവാണ് ഗവൺമെൻറ്റിന് വരുന്നത്. ഒരേ ദിവസം തന്നെ 3 മുതൽ 5 തവണ വരെ ഡയാലിസിസ് ചെയ്യേണ്ടിയും വരാം. അപ്പോൾ നമുക്കതിൻ്റെ ചിലവ് ഓർക്കാവുന്നതേ ഉള്ളൂ.
ഇപ്പോൾ നിലവിലിരിക്കുന്ന 550 ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നവരിൽ നിന്ന് തന്നെ കുറേ പേരെ തള്ളി മാറ്റുക എന്ന് പറയുമ്പോൾ അവർക്ക് ഒറ്റ പ്രാവശ്യത്തിന് 1000 രൂപ 5 തവണ വരെ എടുക്കേണ്ടി വരിക എന്ന് വെച്ചാൽ 5000 രൂപ വരെ ഒരു ദിവസം എടുക്കേണ്ടി വരിക. പാവപ്പെട്ടവർക്കാണ് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കണം, ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്യുന്നതിനൊക്കെയുള്ള സംവിധാനങ്ങളാണ് എവിടെ ഒരുക്കിയിരുന്നത്? കാരുണ്യ ബെനവളൻ പദ്ധതിയിൽ ഒരുക്കിയിരുന്നത്. അതിനാണ് കാരുണ്യ ലോട്ടറി തന്നെ കൊണ്ടുവന്നത് 2012 ആദരണീയനായ ദിവംഗതനായ മാണി സാറ്. ആ സിസ്റ്റം ഇപ്പോൾ നിലച്ചതുപോലെ ആയിരിക്കുകയാണ്. കാരുണ്യ സ്കീം ഇപ്പോഴും ഉണ്ട്, പക്ഷേ ആ സ്കീമിൽ ഹോസ്പിറ്റൽസൊക്കെ പിന്മാറുകയാണ്. എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽസ് പിന്മാറുന്നത്? 1121 കോടിയോളം രൂപ അവർക്ക് കുടിശ്ശിക കിടക്കുകയാണ്. അപ്പോൾ ആ കുടിശ്ശിക കൊടുക്കാത്തത് കൊണ്ടാണ് അവർ ഓരോരുത്തരായി പിരിഞ്ഞു പോകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം രോഗികളെയൊക്കെ ആരോഗ്യ ബെനവളൻ സ്കീമിൽ ഉൾപ്പെടുത്തി തന്നെ അവർക്ക് ഇത്തരം പെരിറ്റോണിയൽ ഡയാലിസിസ് പോലെയുള്ള സൗകര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോഴും ഓർക്കണം, നമ്മുടെ കാരുണ്യ ലോട്ടറി വഴി കാരുണ്യ ലോട്ടറി മാത്രമായിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ലോട്ടറി വഴി 12,686.99 കോടി 2023-24 വർഷം കേരള ഗവൺമെൻറ്റിന് കിട്ടിയതാണ്. ആ പണമൊക്കെ എവിടെ പോയി? കൊടുക്കേണ്ടത് എത്രയാണ്? 12,686 കോടിയിലധികം 87 കോടിയോളം കിട്ടി. 1121 കോടിയാണ് കുടിശ്ശികയുള്ളത്. അപ്പോൾ 12,000 കോടി കിട്ടിയെടുത്ത് 1121 കോടി കുടിശ്ശിക തീർക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പം CAG ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഓരോ വകുപ്പിലും സമാഹരിക്കപ്പെടുന്ന എമൗണ്ട്, വിഭവം മറ്റ് സ്ഥലങ്ങളിലേക്ക് വഴിമാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയപ്പെട്ട, അതായത് ആരോഗ്യ ബെനവളൻ സ്കീമിനേക്കാൾ എമർജൻസിയുള്ള മറ്റേതൊരു വിഭാഗമാണ് ഒരു സംസ്ഥാനത്തുള്ളത്? അതായത് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് നടത്താതിരുന്നാൽ ആ രോഗി ചരമഗതി പ്രാപിക്കും. അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന മറ്റേതൊരു മേഖലയാണുള്ളത്? ഒരു പക്ഷേ നമുക്ക് പറയാം, ഒരു മേഖല പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അതൊക്കെയാണ് ഈ വകുപ്പ് മാറ്റി ചെലവഴിക്കുക എന്ന് CAG സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ വകുപ്പ് മാറ്റി ചെലവഴിച്ച് പോകുന്നത് കൊണ്ടാണ് കാരുണ്യ ലോട്ടറി വഴി കളക്ട് ചെയ്ത ഫണ്ട് പോലും അത് അർഹിക്കുന്ന, അത് ആർക്ക് വേണ്ടിയാണോ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ആർക്കാണോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ആരെയാണോ അതുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നത്, അവരെയൊക്കെ തന്നെയാണ് തട്ടിമാറ്റിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ പൊതുജനം മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യം ഗവൺമെൻറ് അറിഞ്ഞിരുന്നാൽ വളരെ നന്നായിരിക്കും. ഇനി അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗവും അത്യാഹിതത്തിൽ ആണ് എന്നാണ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്യാഹിത വിഭാഗം പോലും? 2018 മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആ വകുപ്പ് ഡയറക്ടറുടെ ശുപാർശയിലാണ് എമർജൻസി വിഭാഗം രൂപീകരിക്കുന്നത്. 2018 വരെ നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒരു എമർജൻസി വിഭാഗം ഇല്ലായിരുന്നു. അങ്ങനെ ഒരു എമർജൻസി വിഭാഗം രൂപീകരിക്കപ്പെടുന്നത് തന്നെ 2018. അങ്ങനെ 2018 രൂപീകരിക്കപ്പെട്ട എമർജൻസി വിഭാഗത്തിൽ ഏതൊക്കെയാണ്? അത്യാഹിത വിഭാഗത്തിൽ ജനറൽ മെഡിസിൻ, സർജറി, ന്യൂറോ, ഓർത്തോപീഡിക്സ് തുടങ്ങിയ പല വിഭാഗത്തിൽപ്പെട്ട, അതായത് ആക്സിഡൻ്റായിട്ട് കൊണ്ടുവരുന്നയാളെ ഓർത്തോ മാത്രം നോക്കിയാൽ പോരാ, ഈ പറയപ്പെട്ട എല്ലാ വിഭാഗത്തിലും അവർക്ക് ശ്രദ്ധ കിട്ടേണ്ടതുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ വാട്ട് ഹാപ്പൻഡ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പല വിഭാഗങ്ങളെ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞത് എമർജൻസി വിഭാഗമായിട്ട് മാറ്റുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടുത്തെ അത്യാഹിത വിഭാഗത്തിൽ ഏകോപനമില്ല. അതുകൊണ്ട് ഏകോപനമില്ലാത്തതുകൊണ്ട് ചികിത്സയ്ക്ക് കാലതാമസം വരുന്നു. ഒരിടത്ത് സാധ്യതയുണ്ട്, അതിൻ്റെ അവിടെ അനുബന്ധമായിട്ട് ചെയ്യേണ്ട, ഏകോപിപ്പിച്ച് ചെയ്യേണ്ട, കോർഡിനേറ്റഡായിട്ട് ചെയ്യേണ്ട മറ്റ് തലങ്ങളിൽ ആളില്ല ഒന്നുകിൽ, അല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങളില്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ല. കാത്ത് ലാബിൻ്റെ കാര്യം തന്നെ 2 കാത്ത് ലാബുകളിൽ 1 അടച്ചുപൂട്ടി കഴിഞ്ഞു ഓൾറെഡി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് മെഡിക്കൽ കോളേജിനെ പറ്റി. വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിലെ പിഴവാണ്. എന്താണ് ഈ പിഴവെന്ന് പറയുന്നത്? ഇത് ഏത് കമ്പനിയാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിലും ആ കമ്പനിയോട് ഒരു 10 വർഷത്തേക്കെങ്കിലും അതിന് വേണ്ട സർവീസ് നടത്താൻ പറയണം. അങ്ങനെ സർവീസ് നടത്താൻ പറഞ്ഞ് ഈ 10 വർഷം കൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ കമ്പനിയുടെ ട്രെയിനേഴ്സ് തന്നെ വന്ന് അത് ശരിയാക്കുന്നു. അതുപോലെ ആ ശരിയാക്കുന്ന കൂട്ടത്തിൽ തന്നെ അവിടുത്തെ ടെക്നീഷ്യൻസിനെ ആ ടെക്നോളജി പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ടെക്നീഷ്യൻസ് നന്നായി പഠിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള യാതൊരു ഉപാധികളുമില്ലാതെ എക്യുപ്മെൻറ്റ്സ് വാങ്ങി വയ്ക്കുന്നു. എക്യുപ്മെൻറ്റ്സ് വാങ്ങി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ
അതിൻ്റെ കാലപരിധിക്കൊക്കെ വളരെ വളരെ നേരത്തെ തന്നെ അത് പ്രയോജനരഹിതമാകുന്നു. അങ്ങനെ പ്രയോജനരഹിതമായി കഴിയുമ്പോൾ ആ കമ്പനിയെ വിളിക്കുകയോ അത് നന്നാക്കുകയോ ചെയ്യാതെ അതിനെ മൂലയ്ക്ക് തള്ളുന്നു. അങ്ങനെ മൂലയ്ക്ക് തള്ളുന്നത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മെഡിക്കൽ കോളേജിലെയൊക്കെ ഈ ഡോക്ടേഴ്സ്, ഈ വിഭാഗങ്ങളൊക്കെ തന്നെ സ്വകാര്യ മേഖലയുമായിട്ടുള്ള കൈകൊടുക്കൽ. അങ്ങനെ കൈ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? സ്വകാര്യ മേഖല അവരെ വേണ്ട രീതിയിൽ നമ്മുടെ രാഷ്ട്രീയക്കാരൻ്റെ പോക്കറ്റിൽ പണം കൊണ്ട് ഇടാൻ വേണ്ടി ക്വാറി മാഫിയായിട്ട് കൈകോർക്കും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇത്തരം മേഖലകളിലൊക്കെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളും സ്വകാര്യ ആശുപത്രികളുമായിട്ട് ഒക്കെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സോ മേധാവികളോ ഒക്കെ കൈകോർക്കുന്നതും. അങ്ങനെയാണ് ഈ പറയപ്പെട്ട എക്യുപ്മെൻറ്റ്സൊക്കെ അകാലത്തിൽ നിര്യാതരായി പോകുന്നത്. നിങ്ങളാരും ചിരിക്കരുത് കേട്ടോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ തമാശന് വേണ്ടി പറഞ്ഞതാണ്. എങ്കിലും അപ്പോൾ അതിന് കാലഹരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ വീണ്ടും മെയിൻ്റനൻസ് നടത്തി തിരിച്ച് അതിലേക്ക് കൊണ്ട് വളരെ കാലം ചെയ്യേണ്ടത് വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെൻറ്റ്സുമാണ്. അപ്പോൾ അങ്ങനെ സർക്കാർ ഇങ്ങനെ ഉദ്യോഗസ്ഥർ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ്, ഒരു മെഡിക്കൽ കോളേജിന് എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ പറ്റുക? ഇതൊക്കെ കാരണം കൊണ്ടാണ്. അതുപോലെ തസ്തികകൾ, വളരെ പ്രധാനപ്പെട്ട മേഖലകളിലെ തസ്തികകൾ ഈ ഒഴിഞ്ഞു കിടന്നാലും റെയിൽവേയിലെ പോലെ തന്നെയാണ്. റെയിൽവേയിൽ പ്രധാനപ്പെട്ട തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് അടിക്കടി റെയിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത് ഓവർ ടൈം ചെയ്ത്. ഇവിടെ ഓവർ ടൈം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ, ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പറയപ്പെട്ട എമർജൻസി വകുപ്പ് ഉണ്ടായിട്ടും പ്രയോജനമില്ല. രോഗികൾക്ക് OP വിഭാഗം അതുപോലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ മെഡിക്കൽ കോളേജുകളിലില്ല. അപ്പം ഇതിനൊക്കെ എന്താ വേണ്ടത്? ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം. വളരെ നല്ല സൂപ്പർവിഷൻ വേണം. ഇതിനൊക്കെ കാര്യക്ഷമതയോട് കൂടിയ സൂപ്പർവിഷൻ. അതുമാത്രവുമല്ല, തെറ്റ് കാണിക്കുന്നു എന്നുള്ളവരെ ശരിയായ രീതിയിൽ തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. എങ്കിൽ മാത്രമേ ആർക്കും ഭയമുണ്ടാകൂ. അവനവൻ്റെ ഡ്യൂട്ടി നന്നായി ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന ഭയം ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായി ചെയ്യൂ. അപ്പോൾ അതുപോലെ ഈ ടെക്നീഷ്യൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും കമ്പനികളുമായിട്ടുള്ള ടൈപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് ഉപകരണം വാങ്ങുമ്പോഴും ആ ഉപകരണം വാങ്ങുന്ന കമ്പനിയുമായിട്ട് ഉള്ള ഒരു എഗ്രിമെൻ്റ് ഉപാധികളോടെ തന്നെ വേണം. ഇത്ര വർഷത്തേക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്തിരിക്കും, അത് കഴിഞ്ഞാൽ എപ്പോഴും വിളിപ്പുറത്ത് ആളുണ്ടാകും, സേവന സന്നദ്ധരായിട്ട് ആളുണ്ടാകും, പെയ്ഡ് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ആ തരത്തിൽ വേണം. പ്രത്യേകിച്ചൊരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ജീവനിട്ട് കളിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു ഫ്രിഡ്ജിൻ്റെ കാര്യത്തിലാണെങ്കിൽ സാരമില്ല, 2 ദിവസം ഫ്രിഡ്ജില്ലെന്നോർത്ത് ആരും മരിച്ചു പോകുന്നില്ല. പക്ഷേ മെഡിക്കൽ കോളേജിൽ അങ്ങനെയല്ല. അത്യാഹിത വിഭാഗത്തിലൊക്കെ ഉപയോഗിക്കേണ്ട എക്യുപ്മെൻറ്റ്സൊക്കെ സർവ്വസജ്ജമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒന്നും ചെയ്യാത്ത ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെക്ടറാണ് കേരളത്തിലും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് നമുക്കറിയാം. എംപോക്സ്, അതുപോലെ നിപ്പ, അതായത് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും മലയാളിയുണ്ട്. എന്തുകൊണ്ടാണ് മലയാളി ഈ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും പോയിരിക്കുന്നത്? അത് ഇന്നലെയോ തുടങ്ങിയതല്ല. ഇവിടെ തൊഴിൽ സാധ്യതകൾ കുറവായതുകൊണ്ട് തന്നെ നല്ല തൊഴിൽ സാധ്യതകളും നല്ല ജീവിത സൗകര്യങ്ങളും തേടിയാണ് മലയാളികൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മറ്റൊരു പരിണത ഫലമാണ് നമുക്ക് റെമിറ്റൻസസ് ഉണ്ടാകുന്നു, പണം ഇങ്ങോട്ട് വരുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോഴുള്ള ബ്രെയിൻ ഡ്രെയിൻ, ഇപ്പോഴുള്ള കുട്ടികളുടെ, അതായത് പഠനത്തിന് 12ാം ക്ലാസ് കഴിയുമ്പോഴേ ഇന്ത്യ വിട്ടുപോകുന്ന കുട്ടികൾ, അവർ കഴിയായിട്ട് നമ്മുടെ ബ്രെയിൻ മാത്രമല്ല ഡ്രെയിൻ ചെയ്തു പോകുന്നത്, നമ്മുടെ ഒരുപാട് ഫിനാൻസസും ഡ്രെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഈ മണ്ണിൽ ചെലവഴിക്കപ്പെടേണ്ട പണം ഒരുപാട് അന്യ രാജ്യക്കാർ, അതായത് വലിയ സൂത്രശാലികളായ വലിയ ലോബികളാണ് ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ അയ്യോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നത്. അതിനൊക്കെ നമ്മൾ വിലങ്ങ് തടി ഇടേണ്ടതാണ്. നമ്മുടെ കുട്ടികൾക്കുള്ള അറിവില്ലായ്മയാണ് അവരെ അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്നാൽ പോലും ഈ പോകുന്നവരിൽ ഒരുപാട് പേര് ഈ അടുത്ത കാലത്താണ് ഈ ബ്രെയിൻ ഡ്രെയിനും അതുപോലെ ഫിനാൻഷ്യൽ ഡ്രെയിനും ഒക്കെ ആയതും. അല്ലാത്തപ്പോൾ പ്രവാസികൾ അയക്കുന്ന പണം നമ്മുടെ GDPയുടെ 32% വന്നിരുന്നു. ആ കിട്ടിയിരുന്ന പണം കൊണ്ടാണ് കേരളം വളരെ സുഭിക്ഷമായിട്ട് ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് വളർന്നുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം, ആ ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയതിൻ്റെ ബാക്കി പത്രം കൂടിയാണ്
ആരോഗ്യ മേഖലയിൽ നാം വളരെ കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്നത്. അതായത് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഏറ്റവും കൂടുന്നത് മടി പിടിച്ച്, അത് എന്തിനും, അതായത് വീട്ടിൽ ആഹാരം പാചകം ചെയ്യാനുള്ള എല്ലാ റിസോഴ്സസും ഉണ്ട്, പക്ഷേ അത് പാചകം ചെയ്ത് കഴിക്കുന്നതിൽ എന്തോ താല്പര്യമില്ല. ഒന്നാമത് പണിയെടുക്കണം എന്നുള്ളത്, അതിനുള്ള ജോലി ചെയ്യണം എന്നുള്ളത്. രണ്ടാമത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. നന്നായിട്ട് ഒരു ഡിഷ് നന്നായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് നല്ല കോൺസെൻട്രേഷൻ വേണം. നമ്മളൊരു തിയറി പഠിക്കുന്ന കോൺസെൻട്രേഷനോടെ വേണം ഒരു നല്ല ഡിഷ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മടിയാണിപ്പോൾ മലയാളികൾക്ക്. അതായത് പ്രവാസികളയച്ച പണമൊക്കെ കൈകാര്യം ചെയ്ത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്ത് ബുദ്ധിമുട്ടാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു സമൂഹമായി മലയാളികൾ മാറി. അതുകൊണ്ടാണ് നമ്മൾ വലിയ ഒരു ഉപഭോക്തൃ സമൂഹമായി മാറിയത്. ഉപഭോക്തൃ സമൂഹമായി മാറിയതിൻ്റെ ഫലമാണ് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഇത്ര കൂടാൻ കാരണം. അങ്ങനെ ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വലിയ ഹൈ പ്രഷർ, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഷുഗർ, ഇതൊക്കെ ആയിട്ട് തകരാറിലായ കിഡ്നിയും തകരാറിലായ ഹൃദയവും പിന്നെ ലിവറും ഒക്കെയായി മെഡിക്കൽ കോളേജുകളിൽ ചെല്ലുമ്പോഴാണ് അവിടുത്തെ അത്യാഹിത വിഭാഗങ്ങളൊക്കെ ഇങ്ങനെയായി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, നമ്മൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം കാണാൻ നമ്മളൊക്കെ തന്നെ ശ്രമിച്ചാലേ പറ്റൂ. നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വരാതിരിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അത് തന്നെ നമ്മളുടെ കുട്ടികളിലേക്കും പകരേണ്ടതുണ്ട്. അവനവൻ്റെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത ആഹാരം കഴിക്കാൻ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഈ മെഡിക്കൽ കോളേജുമായുള്ള ഡിപ്പെൻഡൻസി റേഷ്യോ ഒന്ന് കുറച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ഭാവിക്ക് തന്നെ തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരം ഒരു ദുരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇവിടുത്തെ മെഡിക്കൽ വിഭാഗം. അതായത് GSDPയുടെ, അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 8% വരെ നമ്മൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന് നിയമമുണ്ട്. അതായത് 2017 ആരോഗ്യ നയം വ്യക്തമാക്കുന്നു. പക്ഷേ അത് പോയിട്ട് അതിൻ്റെ ഒരു 1% പോലും പറ്റാത്ത അത്ര കടുത്ത ധനപ്രതിസന്ധിയിലാണ് സംസ്ഥാനം ഇപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകൾ, അതായത് ശരിക്കു പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എലിയും പാറ്റയും പൂച്ചയും ഒക്കെ കയറി നടക്കുന്ന അവസ്ഥയാണ്. ആരും വന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരെ മീൻസ് വാച്ചർമാരെയും മറ്റും ആക്രമിക്കുന്ന അവസ്ഥയാണ്. ഇഷ്ടം പോലെ രോഗികൾക്ക് കൂട്ടിരിപ്പുകാരായിട്ട് വന്നിരിക്കുന്നവരുടെ പോലും മോഷണം നടത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥയാണ്. അങ്ങനെ വലിയ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് മെഡിക്കൽ കോളേജുകൾ, അതായത് മെഡിക്കൽ കോളേജുകൾ എന്ന് പറയേണ്ട, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മാറിയിരിക്കുന്നു, തരം താണിരിക്കുന്നു. നമുക്കറിയാം, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഇരുന്ന രോഗിയെപ്പോലും റേപ്പ് ചെയ്ത ആശുപത്രി ഒരു മെഡിക്കൽ കോളേജ്. അതുപോലെ തന്നെ പിന്നെ എക്യുപ്മെൻറ്റ്സ് വയറിനകത്തിട്ട് ശസ്ത്രക്രിയ നടത്തുന്ന ആശുപത്രികൾ ഇത്ര അധപ്പതിച്ച, അതുപോലെ തന്നെ പരിചരിക്കുന്ന ഒരാളെ കുത്തിയും വെട്ടിയും ഒക്കെ ആയിട്ട് കൊല്ലുന്ന ആശുപത്രി. അങ്ങനെ അതായത് IMA നടത്തിയ ഒരു സർവേ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ ഒരു സർവേ, ഡോക്ടർമാരുടെ ഇടയിൽ നടത്തിയ ഒരു ഓൾ ഇന്ത്യ സർവേ പറയുന്നത് എന്താണെന്നറിയാമോ? 57% ഡോക്ടർമാർക്കും ഒരിക്കലോ അല്ലെങ്കിൽ പലതവണയും ആക്രമണം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവർക്കാർക്കും ധൈര്യത്തോടെയല്ല രാത്രി ഡ്യൂട്ടിയും പകൽ ഡ്യൂട്ടിയും ഒക്കെ അവർ ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ മുതൽ മുടക്ക് കുറയുന്നു, അതിനനുസരിച്ച് സൗകര്യങ്ങളെല്ലാം കുറയുന്നു. ഒരുപക്ഷെ പല ആക്രമണങ്ങളും ഈ സൗകര്യങ്ങളില്ലായ്മ കൊണ്ടാകാം. എൻ്റെ കുഞ്ഞിപ്പോൾ മരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇപ്പോൾ മരിക്കും, അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഇപ്പോൾ മരിക്കും എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒന്നുമില്ല, ഡോക്ടറില്ല, മരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ കേട്ടാൽ സാധാരണ രീതിയിൽ ഈ വെപ്രാളപ്പെട്ട് വേദന കൊണ്ട് പുളഞ്ഞു വരുന്ന ബന്ധുക്കൾ, അതായത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ബന്ധുക്കൾ ചിലപ്പോൾ കയ്യേറ്റം ചെയ്തു പോകും. അപ്പോൾ ഇത് രണ്ടും ഒത്തുചേർന്ന് നമ്മൾ നോക്കണം. അതായത് ആരോഗ്യ പരിരക്ഷയ്ക്ക് സൗകര്യപ്രദമായ ഒരു എൻവയോൺമെൻറ്റ് അത് കേരളത്തിൽ ഒരുക്കണം. കേരളം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഡെക്സ്. അപ്പോൾ ആ ഹെൽത്ത് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് ഇവിടെ ഈ ഒരുപാട് നല്ല സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മളിൽ എത്ര പേരുണ്ട് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ചികിത്സ തേടാൻ പറ്റുന്നവരായിട്ട്? എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്കറിഞ്ഞുകൂടാ ഈ കേൾക്കുന്നവരിൽ ആരൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ
ചികിത്സയ്ക്ക് പോകാൻ പ്രാപ്തിയുള്ളവരാണ്, സാമ്പത്തികമായിട്ട് പ്രാപ്തിയുള്ളവരാണ് എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അതായത് സംസ്ഥാന സർക്കാർ സ്വയം ഉടച്ചു വാർക്കണം. ഈ ധനപ്രതിസന്ധിയൊക്കെ മാറ്റി ഓരോ വകുപ്പിനും എങ്ങനെ കൊടുക്കണമെന്ന് നയപരമായ തീരുമാനങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും എടുത്തിട്ടുണ്ടോ ആ തീരുമാനങ്ങൾക്കനുസരിച്ച് തന്നെ അവിടേക്ക് മൂലധന നിക്ഷേപണം നടത്തത്തക്ക രീതിയിൽ കർമ്മപരിപാടികളെല്ലാം ഉടച്ചു വാർക്കണം. ചെലവുകളെല്ലാം റീകാസ്റ്റ് ചെയ്യണം. അങ്ങനെ എവിടെയൊക്കെ ചെലവുകൾ വെട്ടിച്ചുരുക്കണമോ അവിടെയൊക്കെ വെട്ടിച്ചുരുക്കി, എവിടെയൊക്കെ വേണമോ അവിടെയൊക്കെ വെക്കുക. ആവശ്യത്തിലധികം തസ്തികകൾ എവിടെയുണ്ടോ അത് വെട്ടിച്ചുരുക്കുക. എന്നിട്ട് ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഇടങ്ങളിൽ തസ്തികകളില്ല, അപ്പോൾ അവിടെയൊക്കെ തസ്തികകൾ സൃഷ്ടിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് ആരോഗ്യരംഗത്തെ രക്ഷപ്പെടുത്താൻ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്താൽ മാത്രമേ സാധാരണക്കാർക്ക് ആതുര സേവനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജുകളെ അഭയം പ്രാപിക്കാൻ പറ്റൂ. അവർക്ക് വേറെ എവിടെയും പോകാനില്ല എന്ന കാര്യം കൂടി ഗവൺമെൻറ് കരുതിയിരിക്കണം.